ഹായ് മക്കളെ, ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചിപ്പിക്കക്കയാണ്. ചിപ്പിക്കക്ക വെച്ച് ഫ്രൈ ചെയ്യാനാണ്. എനിക്ക് ചിപ്പിക്കക്ക കിട്ടി. ചിപ്പിക്കക്കയുടെ കഥ കിട്ടിയത് എങ്ങനെയാണെന്നുള്ള ഷോർട്ടിൽ പോയി നോക്കുമ്പോഴറിയാം. നന്നായി കഴുകി വൃത്തിയാക്കിയ ചിപ്പിക്കക്കയാണ് ഈ ഇരിക്കുന്നത്. കണ്ടല്ലോ, ചിപ്പിക്കക്ക എന്ന് പറയുന്നതിന് വേറൊരു പേരുണ്ട്, കല്ലുമ്മേക്കായ എന്നും ഇതിന് പറയും. ഇതിനെ ഞാൻ കഴുകി വൃത്തിയാക്കിയതാണ്. ഇതിനെ ഞാൻ ഇനി പുഴുങ്ങാൻ പോവുകയാണ്. വൃത്തിയായി കഴുകിയതാണ്, നിങ്ങൾ കണ്ടല്ലോ. എത്ര പ്രാവശ്യം കഴിയാലും വൃത്തിയാവും. ഇത് ഞാനൊരു മംഗലത്തിലേക്കാണ് കഴുകി വാരി ഇടാൻ പോകുന്നത്. എന്തിനാണെന്നറിയാമോ? ഈ മംഗലത്തിൽ വെച്ച് വേണം നമ്മൾ ഇതിനെ പുഴുങ്ങാൻ. അപ്പോൾ നന്നായി വെന്ത് കിട്ടും. ഇതിനെ ഞാൻ നന്നായി നിറച്ചതിന് ശേഷം മക്കളെ നിങ്ങളെ ഞാൻ വിളിക്കുന്നുണ്ട്. കണ്ടല്ലോ, ഞാൻ ചിപ്പിക്കക്ക കംപ്ലീറ്റ് കലത്തിൽ ആക്കി അടപ്പത്ത് വെച്ചു. ഇനി ഇതിനെ നമ്മൾ എന്താ വേണ്ടത്? അതിന് പറ്റിയ ഒരടപ്പ് വെച്ച് അടയ്ക്കണം. ഞാൻ ഫ്ലെയിം കത്തിച്ചു. ഇനി ഇത് വെള്ളമൊന്നും ഒഴിക്കത്തില്ല, നമ്മൾ ഡയറക്റ്റ് അങ്ങ് അടപ്പയിലോട്ട് വെക്കുകയാണ്. അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. അതുകൊണ്ട് ഒരടപ്പ് വെച്ച് ഞാൻ അടച്ചു വെച്ചു. ഇനി ഞാൻ നല്ല രീതിയിൽ ഫ്ലെയിം കൊടുത്തു. ഇടയ്ക്ക് വെച്ച് നമുക്കൊന്ന് നോക്കാം. തിളച്ച് ഏകദേശം പരുവായി വരുന്നുണ്ട്. കണ്ടല്ലോ, വാ തുറക്കുമ്പോൾ നമുക്കറിയാം അത് വെന്തു എന്നുള്ളതാണ്. ഒന്നും കൂടെ നമുക്കൊന്ന് വേവിക്കാം. ചെറിയ സിമ്മിൽ ഒന്നും കൂടെ നമുക്ക് വീണ്ടും ഒന്ന് നോക്കാം. കണ്ടല്ലോ, ഒന്ന് നന്നായി വെന്തിട്ടുണ്ട്, പരുവമായി. ഇനി ഇതിനെ നമുക്ക് വേവിക്കണ്ട. ഇതിനെ ഞാൻ വാങ്ങി വെച്ചിട്ട് വലിയൊരു ഉരുളിയിലോട്ട് തട്ടാൻ പോവുകയാണ്. തട്ടുമ്പോൾ ശ്രദ്ധ വേണം. തിളച്ച വെള്ളം, ചിപ്പിക്കക്കായിലെ വെള്ളമാ, നമ്മൾ ഒഴിച്ച വെള്ളമല്ല. ഒഴിക്കുമ്പോൾ ദേഹത്ത് വെള്ളം വീഴാതെ നോക്കണം. ഞാൻ വെറൈറ്റിയാ, വളരെ ശ്രദ്ധയോടാണ് ഞാൻ ഈ ഒഴിച്ചേക്കുന്നത്. കണ്ടോ, വലിയ ഉരുളിയിൽ കലത്തോട് ഞാൻ തട്ടിയത്. കണ്ടല്ലോ, എല്ലാവരും വായും തുറന്ന് കണ്ടോ കണ്ടോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത പ്രോഗ്രാം എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ ഈ ഓട്ടിയിൽ നിന്നും ഇളക്കിയെടുക്കുക എന്നതാണ് അടുത്ത പ്രോസസ്സ്. ജോലിയുള്ളതാ. ഇതിനെ ഞാൻ ഇനി ഓരോന്ന് വീതം എടുത്ത് ഇളക്കും. കണ്ടല്ലോ, ഇതിനെ മീറ്റ് എന്ന് പറയും. ഈ മീറ്റിനെ നമ്മളൊരു പ്ലേറ്റിലോട്ട് മാറ്റുന്നു. ഇങ്ങനെ നമ്മൾ എല്ലാ കക്കയും ഇളക്കും. അപ്പൊ ആ ഓട്ട് ഞാൻ ആ വേവിച്ച കലത്തിൽ ഓട്ടങ്ങ് ഡിപ്പോസിറ്റ് ചെയ്യണം. ഒരുമിച്ച് കൊണ്ട് കളയുകയും കഴിയുകയും ചെയ്യാമല്ലോ. അങ്ങനെ ഞാൻ എല്ലാം ഇളക്കുവാണ്. കണ്ടോ മക്കളെ, എല്ലാം ഓരോന്ന് വീതം ഇളക്കി ഞാൻ പ്ലേറ്റിലോട്ട് വെക്കുകയാണ്. കംപ്ലീറ്റ് ഇങ്ങനെ ഇളക്കി ഇളക്കി എല്ലാം വെച്ചതിന് ശേഷം മക്കളെ ഞാൻ നിങ്ങളെ വിളിക്കുന്നുണ്ട്. നിങ്ങൾ വരണം, കാണണം. ഇപ്പൊ ഞാൻ ഓരോന്ന് വീതം, എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. കണ്ടല്ലോ, ഞാൻ നിന്ന് ഓരോന്ന് വീതം ഇളക്കിയെടുക്കുകയാണ്. കണ്ട, അപ്പൊ അമ്മച്ചി നിന്ന് പയ്യെ ഇളക്കിയെടുക്കട്ടെ. നന്നായി ഇളക്കിയെടുക്കുകയാണേ. കണ്ടല്ലോ, നന്നായി ഇളക്കിയെടുക്കുകയാണ്. കണ്ടോ, അവസാനം വരെ നിന്ന് ഞാൻ ഇളക്കി. മീറ്റാണിത്. അതിനെ ഞാൻ കഴുകി വൃത്തിയാക്കി 6-7 വെള്ളത്തിൽ നല്ലതുപോലെ കഴുകി. ഇതിലൊരഴുക്കുണ്ട്, ആ അഴുക്കിനെ എല്ലാം ഞാൻ എടുത്തു മാറ്റി വൃത്തിയാക്കി. പൊടിയോ പൊട്ടോ മണ്ണോ കല്ലോ യാതൊന്നുമില്ല. സാധാരണ ചിപ്പിക്കക്കായ അല്ലെ കല്ലുമ്മേക്കായില ഈ ശംഖിന്റെ പൊടിയും കല്ലും കരടും ഒക്കെ കാണും. ഇതിലും ഉണ്ടായിരുന്നു. എല്ലാം നിന്ന് ഞാൻ വൃത്തിയാക്കി എടുത്തതാണ്. ഓരോ മീറ്റിനെ എണ്ണിപ്പറക്കിയെടുത്ത് വൃത്തിയാക്കി ഞാൻ വെച്ചിരിക്കുകയാണ്. കണ്ടല്ലോ, ഇനി ഇതിനെ നമ്മൾ എന്തോ ചെയ്യാൻ പോവുകയാണ്? ഫ്രൈ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ കാണുന്നതെല്ലാം. കണ്ടല്ലോ, എന്തൊക്കെയാണ് എന്നുള്ളത് ചേർക്കാൻ നേരം ഞാൻ പരിചയപ്പെടുത്താം. എന്നാലും 4 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി. കണ്ടേ, വെളുത്തുള്ളി ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട്. മഴക്കാലമല്ലേ, ഇഞ്ചി ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട്. പെരുംജീരകം, 8 ഗ്രാമ്പൂ, 1 ഏലക്ക, തക്കോലം. 8 ഗ്രാമ്പൂ തന്നെ എടുക്കണം. കാര്യം ഇതിനൊക്കെ നമുക്ക് അങ്ങനെയുള്ള സ്പൈസസ് കൂടുതൽ വേണം. 6 പച്ചമുളക് കൊച്ചാട്ടരിഞ്ഞത്. 2 വലിയ സവോള എടുത്തു. തക്കാളി സ്നാഷ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അല്പം തേങ്ങാപ്പാല്. എന്നിട്ട് ഉപ്പ്, എണ്ണ. ഇതെല്ലാമാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനി ഞാൻ ചട്ടി അടപ്പത്ത് വെച്ചു, തീ കൊടുത്തു. ചട്ടി ചൂടാകുമ്പോഴത്തേക്ക് നമുക്കൊന്ന് നോക്കി നിൽക്കാം. ഞാൻ എണ്ണയും കൊടുത്തു. ചട്ടി ചൂടായി, എണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയാണ് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ കൊടുത്തു. വെളിച്ചെണ്ണ ഏകദേശം
വെള്ളം വറ്റി വരുന്നുണ്ട്. ചട്ടിയിൽ ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നു, ആയിരിക്കണം. എന്ത് തന്നെയാണേലും എന്താ വെള്ളം വറ്റി. അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി കൊടുത്തു. വെളുത്തുള്ളി കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് കൊടുക്കുന്നു? വെളുത്തുള്ളിയൊക്കെ ഞാൻ കൂടുതലെടുത്ത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് നമുക്കൊന്ന് വരട്ടിയെടുക്കാം. ഒത്തിരി മൂക്കണ്ട, ഒന്ന് എണ്ണയിൽ ഒന്ന് വഴത്തിയെടുത്തതിന് ശേഷം അതിലേക്കാണ് ഇനി അടുത്ത ആളിനെ നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഇതൊക്കെ ഇച്ചിരി കൂടുതൽ എടുത്തെന്ന് വെച്ചാല് മഴക്കാലമല്ലേ, വയറ് നന്തെന്നൊന്നും പറയരുത്. ഞാൻ സവോള അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞ് സവോളയും ചേർത്ത് കൊടുത്തു. ഇനി ഇവരെ 3 പേരെയും ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലിന്ന് സാധാരണ നമ്മൾ സവോള ഇടുമ്പോൾ ഇച്ചിരി ഉപ്പിടുന്നതാണ്. പക്ഷെ ഇവിടെ ഉപ്പിടാൻ നിയമമില്ല. കാരണം ചിപ്പിക്കക്ക അല്ലെ കല്ലുമേക്കായിൽ ഉപ്പുണ്ട്. ഉപ്പുള്ള സ്ഥലത്ത് നിന്നാണ് ഇതെടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ഉപ്പ് ചേർക്കാൻ പറ്റത്തില്ല. അവസാനം എങ്ങാണം നോക്കിയിട്ട് ശേഷം വേണമെങ്കിലേ കൊടുക്കാം. ഇവിടെ ഇപ്പം അതിൻ്റെ ആവശ്യം വരികയില്ല. ഇവിടെ ഉപ്പ് കുറച്ച് മതി. അങ്ങനെ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി ഏകദേശം എന്താ വഴന്നു വരുന്നു. എന്നാൽ തന്നെ നമുക്കൊരു 2 മിനിറ്റോളം ഒന്നും കൂടി ഒന്ന് വഴന്ന് ഒന്നും കൂടി ഒന്ന് ആവിയിലൂടെ ഒന്ന് വഴന്നണം. ആ എണ്ണയും അതും എല്ലാം കൂടെ ചേർന്ന് ഒന്ന് ആവിയിൽ വഴന്നാൻ വേണ്ടി ഇത് അടച്ചു വെച്ചു 2 മിനിറ്റിലേക്ക്. 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് കണ്ടോ, നന്നായി വഴന്നു. ആ എണ്ണയുടെ ആവിയും എണ്ണയിൽ ഇത് ഈ ഉള്ളികളുടെ വെള്ളം തങ്ങി നിന്ന് ആ ആവിയിൽ അവ വെന്തു. എന്നിട്ട് നമുക്ക് ആ എണ്ണയൊന്ന് തിളച്ചിട്ട് അതിലേക്ക് പെരുംജീരകം, 8 ഗ്രാമ്പു, 1 ഏലക്ക, തക്കോലം പകുതി എല്ലാവരെയും കൂടെ ചേർത്തൊന്ന് മൂപ്പിച്ച് അതിലോട്ട് മിക്സ് ചെയ്ത് കണ്ടല്ലോ. എല്ലാവരെയും കൂടെ ചേർത്തിളക്കി നമുക്ക് പച്ചമുളക് കൂടെ കൊടുക്കാം. എരിവ് പിടിക്കട്ടെ. പച്ചമുളക് എൻ്റെ എരിവ് ഉള്ളികളിലും ഇഞ്ചിയിലും ഒക്കെ പിടിക്കട്ടെ. നന്നായി അവരെല്ലാവരും കൂടെ ചേർന്ന് ഒരുമിച്ചൊരു യൂണിയനായിട്ട് മാറട്ടെ. മനസ്സിലായോ? ഇതൊക്കെ നമ്മുടെ വയറ്റിന് നല്ലതാണ്. കാര്യം സ്പൈസസ് ഒക്കെ ചെല്ലുമ്പം വയറ്റിന് വേദനകളോ ഗ്യാസോ ഒന്നും ഉണ്ടാകത്തില്ല. ചെറിയ തീയിലാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. കാണാമല്ലോ, ചെറിയ തീയിലാണ് അമ്മച്ചി ഇതെല്ലാം ചെയ്യുന്നത്. വളരെ ശ്രദ്ധയോട് ചെയ്യാവുന്നുണ്ടെങ്കിൽ വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു ഫ്രൈ ആണ് ചിപ്പിക്കക്ക ഫ്രൈ. കണ്ടല്ലോ, വലിയ ചിലവൊന്നുമില്ല, കക്കയുടെ ചിലവേ ഉള്ളൂ. നന്നായി വഴന്നു വരുന്നു. വഴന്നു വരട്ടെ. കാര്യം എല്ലാം കൂടെ ചേർന്ന് വേണം നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഉള്ളിയും മുളകും എല്ലാവരും ഒന്ന് വഴന്ന് വരുമ്പോൾ ഒരുമയോടെ എല്ലാവരും ഒരുമിച്ച് പോവും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ കൈവിടാതെ അവരെ ഒന്ന് വഴറ്റിയെടുക്കുക. കൊച്ചുങ്ങൾക്ക് ഇത് വല്ലപ്പോഴും ഒക്കെ മേടിച്ച് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത് നല്ലതാണ്. ഉണ്ടല്ലോ, വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ വല്ലപ്പോഴും ഒക്കെ ചെയ്തു കൊടുക്കണം. അത് കുട്ടികൾക്ക് സന്തോഷം പകരുന്നതാണ്. ഇവിടെ ഞാൻ അങ്ങനെയൊക്കെ മോനെല്ലാം മേടിച്ചോണ്ട് വരും. ഞാൻ അങ്ങനെ കൊച്ചുങ്ങൾക്ക് അങ്ങനെ ചെയ്തു കൊടുക്കും. ഇനി നമുക്ക് അതിൻ്റെ മസാലകളിടാം. അതായത് 4 സ്പൂൺ മുളക് പൊടി, കശ്മീരി ഉണ്ട്, എരിവിൻ്റെ ഉണ്ട്, 2 സ്പൂൺ മല്ലി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്ര മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഇവിടെ പൊടിച്ചതാണ്. അതിലോട് ചേർക്കുന്നു. ഇതിലൊന്നും കെമിക്കലായിട്ടുള്ള ഇല്ല. ആ എണ്ണയ്ക്കകത്തും ഉള്ളിക്കകത്തും ചേർത്ത് ഇവരെല്ലാവരെയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അതിൻ്റെ അരോമ കേൾക്കാനും സുഖമാണ്. അതിൻ്റെ അരോമ കേൾക്കാനല്ല, മണക്കാൻ സുഖമാണ്. എല്ലാം കൂടെ ചേർന്ന് വരുന്ന ആ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നോക്കെ എല്ലാത്തിൻ്റെ കൂടെ മണം എന്താ മൂക്കിലടിക്കുന്നുണ്ട്. അപ്പോഴും നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നു. ഇതിൽ നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ലേ. അതിൽ അവരെ ഒന്ന് വഴറ്റിയെടുക്കുക. എല്ലാവരെയും കൂടെ ചേർത്ത് യോജിപ്പിച്ചു പോകട്ടെ. നന്നായി കറച്ചട്ടിയുടെ മൂടൊന്നും പൊട്ടിക്കല്ലേ. പയ്യെ നന്നായി കൊച്ചായിട്ട് അമർത്തി അവരെ ഉടച്ച് ഞെരുക്കി അങ്ങോട്ട് വഴറ്റുക. കണ്ടല്ലോ. ഇനി അതെല്ലാം കൂടെ ഒന്ന് ഞങ്ങളുടെ ഭാഷയില ഒന്ന് മൂത്ത് വേവട്ടെ. നിങ്ങളുടെയൊക്കെ സ്ഥലത്ത് എന്താ പറയുന്നതെന്ന് പറയണം. ഇങ്ങനെ അരപ്പൊക്കെ തേച്ചിട്ട് എല്ലാം ചേർത്തിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുന്നതിന് പറയും ആ പച്ചമണം ഒന്ന് കെടട്ടെ എന്ന് പറയും. ഇത് ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന ഒരു ഭാഷയാണ്. അപ്പൊ ഇവിടെ ഞാനും പറയുന്നു ആ പച്ചമണം ഒന്ന് കെടുവോളൂ, നമുക്കൊന്ന് വഴറ്റാം. അപ്പോൾ കണ്ടല്ലോ, മസാലക്കൂട്ടുകൾ എല്ലാം കൂടെ ചേർത്ത്, അതായത് നമ്മുടെ സ്പൈസസ് എല്ലാം കൂടെ ചേർത്ത് നമ്മൾ വഴറ്റിയെടുക്കുകയാണ്. കണ്ടല്ലോ, ജോലി തീർന്നു. ഏതാണ്ട്
തീരാറായി ജോലി. എന്നിട്ട് നമ്മൾ ഇത് എല്ലാം കൂടെ കണ്ടോ, വഴന്ന് വന്ന് കണ്ടല്ലോ. ഉള്ളിയോ കണ്ടോ, സവോളേനെ വല്ലവരെയും കണ്ടോ? ആരും ഇവിടെ ഇല്ല. എല്ലാരും ചേർന്ന് ഒരുമിച്ച് യാത്രയ്ക്ക് പോയ കണക്കായി. ഇതിലോട്ട് നമ്മൾ ഇതാ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പുഴുങ്ങിയതും പുഴുങ്ങിയതിന് ശേഷം വൃത്തിയാക്കിയതുമായ കല്ലുമേക്കായ നമ്മൾ കൊടുക്കുന്നു. ഓരോന്നും ഞാൻ വൃത്തിയാക്കി എടുത്തതാണ്. അതിനകത്തൊരു നാര് പോലൊരു സൂത്രമുണ്ട്. അതെല്ലാം നമ്മൾ പിച്ചി ഓരോന്നീന്നും പിച്ചിക്കളയണം. പിന്നെ വല്ല മണ്ണിന്റെയോ വല്ല കക്ക ഓട്ടിയുടെ പോലുള്ള ഓട്ടി പോലുള്ളതിന്റെയോ ശംഖിന്റെയോ ഒക്കെ അംശം ഇതിൽ വരും. അതെല്ലാം നമ്മൾ എടുത്ത് കളയണം. ഇല്ലേ തൊണ്ടയിലൊക്കെ കുരുങ്ങും. വൃത്തിയായിട്ട് ശ്രദ്ധയോടും ചെയ്യേണ്ട ഒരു ജോലിയാണ്. അങ്ങനെ ഇവരെ നന്നായിട്ട് യോജിപ്പിക്കുക. ഞാൻ ഉപ്പ് കൊടുത്തിട്ടില്ല, ഉപ്പിന്റെ ആവശ്യം വരികയല്ല. കാര്യം ഇളക്കിയപ്പോൾ ഞാൻ ഒരു കല്ലുമേക്കായി വായി വെച്ച് നോക്കി. ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ഉപ്പുമുണ്ട്. അതുകൊണ്ട് പിന്നെ ഉപ്പ് ചേർക്കണ്ടെന്ന് വിചാരിച്ചു. ആവശ്യക്കാർക്ക് വേണേൽ അന്നേരം ചേർത്ത് കൊടുക്കുക. ഇവിടെ ആർക്കും ഉപ്പ് വേണ്ട. അതാണ് പ്രത്യേകത. കല്ലുമേക്കായ് അല്ലെങ്കിൽ ചിപ്പിക്കക്ക ഫ്രൈ റെഡിയായി. ഇനി അതിനെ ഒന്നും കൂടെ എല്ലാരെയും കൂടെ ചേർത്തൊന്ന് ഒരാവി വരട്ടെ. ഇതാ വന്നു, നമ്മൾ തുറന്നു. കണ്ടല്ലോ, എന്തരോമാ ഉണ്ടോ? കൊതിപ്പിക്കുന്ന മണം. അയലുകാർ വേണേൽ ഓടി വരും ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാൻ. കണ്ടല്ലോ, ഉണ്ടോ? ഇത് ഫ്രൈ ആണ്. ഇവിടെ ഫ്രൈ ചെയ്തതിൽ ഞാൻ ഒരു പൊടിക്കൈയും കൂടെ ചേർക്കും. എന്താണെന്നറിയാമോ? ശകലം തേങ്ങാപ്പാൽ. ഈ തേങ്ങാപ്പാൽ എപ്പോഴാണ് ഒഴിക്കുന്നതെന്നറിയാമോ? ഇത് ഞാൻ വാങ്ങി വെച്ചതിന് ശേഷമേ ഒഴിക്കാവുള്ളൂ. തേങ്ങാപ്പാൽ അടപ്പേ വെച്ച് ഒഴിക്കരുത്, അത് പിരിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ ഇറക്കി വെച്ചു. ഇറക്കി വെച്ചതിലേക്കാണ് ഇനി ഞാൻ എന്തൊഴിക്കാൻ പോകുന്നത്? സ്വല്പം തേങ്ങാപ്പാലേ ഉള്ളൂ, 1/4 പാൽ. തേങ്ങ ഒന്ന് ഞെക്കിയെടുത്തതാ, തേങ്ങയുടെ പീരത അതിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുക. കണ്ടല്ലോ. അപ്പോഴിത് വാങ്ങി വെച്ചതിന് ശേഷമേ ചെയ്യാവുള്ളൂ. വാങ്ങി വെച്ച് ഇനി ഞാൻ അതിനെ ഒരു സ്പൂൺ വെച്ച് ചെറുതായിട്ടൊന്ന് യോജിപ്പിക്കുന്നു. എന്ത് രസമായിരിക്കുന്നു കാണാൻ തന്നെ. അപ്പോൾ രുചിക്കുമ്പോ എന്തുവായിരിക്കും? നാക്കേ കൂടെ കപ്പലോടുന്ന. സാധാരണ കടലിൽ കൂടാണ് കപ്പലോടുന്നത്. ഇവിടെ എൻ്റെ വായിക്കൂടെ കപ്പലോടുന്നത്. കണ്ടല്ലോ മക്കളെ, ഇതാണ് കല്ലുമേക്കായ് ഫ്രൈ അല്ലെങ്കിൽ ചിപ്പിക്കക്ക ഫ്രൈ. ഇത് മക്കൾക്ക് ചെയ്തു കൊടുക്കണം. വല്ലപ്പോഴും ഒക്കെ ഇത് കാണുമ്പോൾ വൊമിറ്റ് ചെയ്ത് കളയാതെ, അത് വേണ്ട എന്ന് വിചാരിക്കാതെ മേടിച്ച്, എന്ത് വിലയാണേലും മേടിച്ച് മക്കൾക്ക് ഇത് ചെയ്തു കൊടുക്കണം. നമുക്കും നല്ലതാണ്. കാൽസ്യം ഇഷ്ടം പോലെ ശരീരത്തിന് കിട്ടും. കാൽസ്യം ഇല്ലേ, എല്ലുവേദന പല്ലുവേദന എന്നും പറഞ്ഞ് നമ്മൾ നടക്കണ്ട. നമ്മുടെ വളരുന്ന കൊച്ചുങ്ങൾക്ക് ഇത് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ബൈ മക്കളെ.